അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 10ാം ക്ലാസ്സിൽ ദുറൂസുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ പാഠം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അതിൻ്റെ തദ്രീബാത്താണ്. നസ്ലു ചേരുമ്പടി ചേർക്കാനാണ്. 1. ഖുർആൻ ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കാൻ ഉപദേശിച്ചത്. ഖുർആൻ ഇങ്ങനെ പരന്നു കിടക്കില്ലായിരുന്നു, അത് ഗ്രന്ഥമാക്കാൻ വേണ്ടി ആരോ ഉപദേശിച്ചത്? സിയാണ് സർ, ഉമർ റളിയല്ലാഹു അൻഹു. 2. ജുമുഅക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തിയത്. ആദ്യം ഒരു അദാനേ ഉള്ളൂ, എന്നാൽ ഒരു അദാനും കൂടി ഏർപ്പെടുത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടാൻ സ്റ്റേജ് ലഭിച്ചു ആർക്കാണ്? ഡി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞ് പുതപ്പ് സമ്മാനമായി നേടിയത്? ബി കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. നമ്മൾ വ്യക്താക്കാനാണ്. 1. മദ്രസ സംവിധാനം ബിദ്അത്ത് അല്ല. കാരണമെന്ത്? മദ്രസ നല്ല കാര്യമാണ്, ഇൽമ് പഠിപ്പിക്കുകയല്ലേ, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കാലത്ത് ഇൽമ് പഠിപ്പിക്കലും ഉണ്ടായിരുന്നുവെങ്കിലും കാലത്തിനനുസരിച്ച് അതിന് ചില പുതിയ രീതികൾ വന്നു എന്നേ ഉള്ളൂ. മദ്രസ ബിദ്അത്താന്ന് പറഞ്ഞുകൂടാ, ഉള്ളിലേക്ക് ചെറിയ മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് മൗലിദാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, അപദാനങ്ങൾ വായിക്കുക, അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വതക്ക നൽകുക എന്നിവയാണ്. 3. നല്ല ബിദ്അത്തുകൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതുക. 1. നബിദിനാഘോഷം, മൗലിദ് സദസ്സുകൾ, ജുമുഅയുടെ 2ാമത്തെ ബാങ്ക്, ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരണം. 4. ചീത്ത ബിദ്അത്തുകൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതുക. 1. സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി പള്ളിയിലേക്ക് പോകൽ. 2. അനറബി ഭാഷയിലുള്ള ഖുതുബ. 3. കണക്ക് നോക്കി മാസപ്പിറവി നിശ്ചയിക്കൽ. 4. തറാവീഹ് 8 റക്അത്ത് പതിവാക്കൽ. 8 നിസ്കരിച്ചു ബിദ്അത്തൊന്നുമല്ല, 8 തന്നെ നിസ്കരിക്കൽ, അത് പതിവാക്കൽ എന്താണ്? ബിദ്അത്താണ്. 5. ബിദ്അത്തിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഖുർആനിലോ തുരുസുന്നത്തിലോ സ്വഹാബികളുടെ അഭിപ്രായത്തിനോ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനോ എതിരായി പുതുതായി നിർമ്മിക്കപ്പെടുന്നത് പിഴച്ച ബിദ്അത്താണ്. ഇവയോട് എതിരാകാതെ നിർമ്മിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദ്അത്താണ്. തഖ്സീസ്. ബിദ്അത്ത് നല്ലതും ചീത്തയും എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. ബിദ്അത്ത് 2 വിധമുണ്ട്. ചീത്ത ബിദ്അത്ത് പ്രവാചകന്റെ ചര്യക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കും എതിരായ പുതിയ ആചാരങ്ങൾ. ഇത് പാപവും വഴികേടുമാണ്. നല്ല ബിദ്അത്ത് ഇസ്ലാമിൻ്റെ പൊതുവായ തത്വങ്ങൾക്ക് എതിരല്ലാത്തതും കാലാനുസൃതമായി സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്നതുമായ പുതിയ സംവിധാനങ്ങൾ. ഉദാഹരണത്തിന് ഖുർആൻ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിച്ചത്, മദ്രസകൾ സ്ഥാപിച്ചത്, പള്ളികളിൽ മൈക്ക് ഉപയോഗിക്കുന്നത്, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രചിക്കുന്നത് എന്നിവയെല്ലാം നബിയുടെ കാലത്ത് ഇല്ലാതിരുന്നതും പിന്നീട് വന്നതുമായ കാര്യങ്ങളാണ്. എന്നാൽ സമൂഹത്തിന് ഗുണകരമായതിനാൽ നല്ല ബിദ്അത്തായി കണക്കാക്കുന്നു. അടിസ്ഥാന നിയമങ്ങൾ
മാറ്റമില്ലാത്തതാണ്. അതാണ് വിശ്വാസങ്ങളും അഥവാ അഖീദ, ആരാധനകളിലും 5 നേരം നിസ്കാരം, നോമ്പ് പോലെയുള്ളവ സ്വന്തമായി പുതിയ രീതികൾ ഉണ്ടാക്കാൻ ആർക്കും അനുവാദമില്ല. പ്രവാചകൻ കാണിച്ചതുപോലെ തന്നെ അവ അനുഷ്ഠിക്കണം. ഭൗതിക കാര്യങ്ങളിലെ മാറ്റങ്ങൾ ലോകം മാറുന്നതനുസരിച്ച് സാങ്കേതിക വിദ്യകളോ പുതിയ കണ്ടെത്തലുകളോ വിദഗ്ധത്തിൻ്റെ പരിധിയിൽ വരില്ല. അവ മനുഷ്യൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇപ്പം നമ്മൾ യൂട്യൂബ് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂട്യൂബ് ക്ലാസ് എടുത്തിട്ട് എന്താ എനിക്ക് മറുപടി പറയാം? അതൊക്കെ തന്നെ, അതൊക്കെ ഭൗതിക കാര്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ. ലോകം മാറുമ്പോൾ എന്ത് ചെയ്യുക? തത്വങ്ങൾക്ക് എതിരാകാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക? മാറ്റങ്ങൾ വരും. അതൊക്കെ വിധേയത്താണെന്ന് അതി പറയാൻ പറ്റില്ല. നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്നൊരു ചർച്ചയാണ്. പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ആസിഫ് ഉണ്ട്, റിയാസ് ഉണ്ട്, സ്വാബിർ ഉണ്ട്, ഉസ്താദ് ഉണ്ട്. ആസിഫ് ഉസ്താദെ, അടുത്ത മാസം നബിദിന അല്ലേ? നമ്മുടെ മദ്രസയിലും പലഹാര വിതരണവും റാലിയും ഒക്കെയായി വലിയ ആഘോഷമാണല്ലോ നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ നബിദിനാഘോഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? റിയാസ്, നല്ലൊരു വിഷയമാണിത്. ആസിഫ്, പ്രവാചകരെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ തിരുമേനിയുടെ ജീവിതവും സ്വഭാവ മഹിമയും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സ്വാബിർ, ശരിയാണ്. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിത രീതിയും ജീവിതചര്യയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് പ്രവാചകരോടുള്ള യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത്. അല്ലാതെ ഒരു ദിവസത്തെ ആഘോഷത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല തിരുമേനിയോടുള്ള ആദരവ്. ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് ഉസ്താദ് പറയാം, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് നിങ്ങൾ മൂവരും പറഞ്ഞത്. ഇസ്ലാമിക വീക്ഷണത്തിൽ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും 2 തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. മീലാദുൻ നബിയെ പ്രധാനമായും 2 തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പ്രവാചക സ്നേഹവും ചരിത്ര പഠനവും, പ്രവാചകരുടെ ജനനവും ചരിത്രവും ചർച്ച ചെയ്യുക. തിരുമേനിയുടെ സൽസ്വഭാവ ഗുണങ്ങൾ മാതൃകയാക്കാൻ ശ്രമിക്കുക. പ്രവാചകരുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം ഏറെ പുണ്യമുള്ള കാര്യമാണ്. 2, ആഘോഷ രീതികൾ. പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി മദ്രസകളിലും മറ്റും മൗലിദ് പാരായണം ചെയ്യുക, സ്വലാത്തുകൾ ചൊല്ലുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കാനൊക്കെ ഉണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله ضاقت حيلتي فاسأل الرحمن يقضي حاجتي അർഹമുർറാഹിമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മിസ്ലു സവാബിനെ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ രോഗങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്.
നിന്നെ ഇഷ്ടപ്പെട്ട് ആരാധിക്കുന്നവർ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മനസ്സിൻ്റെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം നൽകണേ അല്ലാ.